Hi guys, welcome to EduPod. നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഇന്റഗ്രൽസിന്റെ ഫോർത്ത് പാർട്ടാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. എവിടെയാ സാർ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുക? നമ്മൾ ഡിഫറൻസിയേഷനിലൊക്കെ പ്രൊഡക്റ്റ് റൂൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് ഫംഗ്ഷൻ പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോൾ, അതായത് രണ്ട് ഫംഗ്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കേസിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ വരാൻ പോകുന്ന സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തതാണ്. ആൻഡ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് ഈ വീഡിയോയിൽ ചെയ്ത് മാത്രമല്ല കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു ടൈപ്സ് ക്വസ്റ്റ്യൻസ് കേട്ടോ. സോ നോക്കിക്കേ, ഒരു ഫംഗ്ഷൻ എക്സ് ഇൻറ്റു സൈൻ 3x, അടുത്ത ഫംഗ്ഷൻ എക്സ് ക്യൂബ് ഇൻറ്റു ലോഗ് എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു 2x. ഇതൊക്കെ ഇതൊരു എക്സ്പോണൻഷ്യൽ ആണ്, ഇതൊരു ഓൾജിബ്രായിക് ആണ്, ഇതൊരു ലോഗ് ഫംഗ്ഷൻ ആണ്, ഇതൊരു ആൾജിബ്രായിക് ആണ്. ഇതാ ലോഗ് എക്സ്, ഇതൊരു സ്പെഷ്യൽ കേസാണ്, അത് നമുക്ക് പറയാം. ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് എക്സ്പോണൻഷ്യൽ ട്രിഗണോമെട്രി. പിന്നെ ദാ സ്പെഷ്യൽ ആയിട്ട് ഇ റൈസ് ടു എക്സ് ഒരു ഫംഗ്ഷന് ആൻഡ് അതിന്റെ ഡെറിവേറ്റീവ് വരുന്ന ഫോം. ഇതൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ റെഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് സാർ പാർട്സ് എങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുക? ഒന്നുമില്ലടാ, രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സ് ഉണ്ട്, അതേപോലെ തന്നെ ജി ഓഫ് എക്സ് ഉണ്ട്. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്, രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് ആണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. നോക്കിയ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്, കൃത്യമായിട്ട് പഠിച്ചോ. ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് വലിയൊരു ഇന്റഗ്രൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതിന് മൊത്തത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യണം. സിമ്പിൾ ആണല്ലോ. ഇങ്ങനെ കണ്ടാൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്, ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്, രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഫംഗ്ഷൻ എക്സിന്റെ ഫോമിലാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ്. സോ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാടാ. ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് വലിയൊരു ഇന്റഗ്രൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ത് ചെയ്യുക? ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ കിട്ടുന്ന ആൻസർ അല്ലേ, ഇതിന് മൊത്തത്തിൽ ഒന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. സിമ്പിൾ ആണടാ. അപ്പൊ നോക്കിക്കേ, ഞാൻ കുറെ നേരം ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഈ ഫംഗ്ഷൻ അങ്ങനെ എനിക്ക് തോന്നിയതിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങളൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, എക്സ് കോസ് എക്സ്. ഈ തരുന്ന ഓർഡറിൽ ഒരിക്കലും പോയി നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കരുത്. നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്ന ഒരു കൃത്യമായ ഓർഡർ ഉണ്ട്. ആ ഓർഡറാണിത്. ഓർഡർ ഓഫ് ഫംഗ്ഷൻസ്, നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഓർഡറിലായിരിക്കണം. ആൻഡ് ഇത് ഓർത്ത് വെച്ചോ, ഹൈലൈറ്റ്. എന്താ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, എടാ ഫസ്റ്റ് നിങ്ങൾ വരുന്ന ഫംഗ്ഷൻസിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ലിസ്റ്റ് അത്. ഫസ്റ്റ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഏതൊക്കെ വരിക? സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ് ആൻഡ് ടാൻ ഇൻവേഴ്സ് എക്സ്, ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻസ്. അടുത്തത് ലോഗ് ഫംഗ്ഷൻ. ലോഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗ് എക്സ് വരുന്നത് അല്ലെ, ലോഗ് എക്സ്, ലോഗ് എക്സ് സ്ക്വയർ, അങ്ങനെയൊക്കെ വരുന്ന ഫംഗ്ഷൻസ്. ഇനി അടുത്തത് ഓൾജിബ്രായിക് ഫംഗ്ഷൻ, അത് നമ്മുടെ പോളിനോമിയൽ ഫംഗ്ഷൻ തന്നെ, എക്സ്, എക്സ് ക്യൂബ്, 3x സ്ക്വയർ, ഇങ്ങനെയൊക്കെ വരുന്ന ഫംഗ്ഷൻസ്. ഓക്കെ, റെഡി. ഇനി അടുത്തത് ട്രിഗണോമെട്രിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ എഴുതുന്ന സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ട്രിഗണോമെട്രിക്. അടുത്തത് നോക്കിക്കേ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ്, എ റൈസ് ടു എക്സ് ഒക്കെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഹൈലൈറ്റ്, ഇൻവേഴ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി, പിന്നെ ലോഗ്, പിന്നെ എ ഫോർ ഓൾജിബ്രായിക്, ടി ഫോർ ട്രിഗണോമെട്രി, ഇ ഫോർ എക്സ്പോണൻഷ്യൽ. അപ്പൊ ഈ കാര്യം കൃത്യമാണെങ്കിൽ, ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. വളരെ ഈസിയാന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫൈൻഡ് ഇന്റഗ്രൽ എക്സ് കോസ് എക്സ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇന്റഗ്രൽ എക്സ് കോസ് എക്സ്. എടാ നോക്കിക്കേ, എക്സ് കോസ് എക്സ്. ഫസ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഓൾജിബ്രായിക്കാ, ശരിയല്ലേ? എക്സ് ഓൾജിബ്രായിക്ക്, ടി കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രി. അപ്പൊ ഐ ലേറ്റ്, എ കഴിഞ്ഞിട്ടാണ് ടി വരുന്നത്. അപ്പൊ കുഴപ്പമില്ല, നമ്മൾ ഈ ഒരു ഓർഡറിൽ തന്നെ കൊടുത്താൽ മതി. എക്സ് കോസ് എക്സ് ഡി എക്സ്, എക്സ് കോസ് എക്സ് ഡി എക്സ്. അപ്പൊ നോക്കിക്കേ, ദിസ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് ദിസ് ഈസ് സെക്കൻഡ് ഫംഗ്ഷൻ. അങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്താൽ അങ്ങനെ ആൻസർ കിട്ടുക. ഫസ്റ്റ് ഇൻറ്റു എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക മൈനസ് വലിയൊരു ഇന്റഗ്രൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ്, അതായത് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത്, ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് കോസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്തത്. ഈ കിട്ടുന്ന ആൻസറിനെ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. സോ യുവർ ആൻസർ നോക്കിക്കേ, എക്സ് ഇൻറ്റു കോസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ? ദാറ്റ് ഈസ് സൈൻ എക്സ് സാർ. കിട്ടി, സിമ്പിൾ. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ഇന്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അതെന്താടാ? അത് സൈൻ എക്സ് ആ. ഈസി അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇൻറ്റു ഒരു ഡി എക്സും. ഇനി നോക്കിക്കേടാ ആൻസർ ആയിട്ടോ, എക്സ് സൈൻ എക്സ്, എക്സ് സൈൻ എക്സ്, ഒരു മൈനസ് ഉണ്ട്. ആൻഡ് 1 ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആ. സൈൻ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എന്താ കിട്ടുക? മൈനസ് കോസ് എക്സ് ആ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഒരു സി കൂടി ഇട്ട് കൊടുത്താൽ മതി. സോ യുവർ ആൻസർ വിൽ ബി എക്സ് സൈൻ എക്സ് മൈനസും മൈനസും കൂടി പ്ലസ് ആവും, പ്ലസ് കോസ് എക്സ് പ്ലസ് സി. സോ ദിസ് ഈസ് സിമ്പിൾ അല്ലേ? പ്രശ്നമൊന്നുമില്ല, ഈസിയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടത്.
കൃത്യമായിട്ട് നോക്കി വെച്ചോ, വളരെ ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. റെഡി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. എക്സ് സൈൻ 3x dx. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ് ഓൾജിബ്രായിക് ആണ്, സൈൻ 3x ട്രിഗണോമെട്രിക് എ ടി, ഹൈലൈറ്റിൽ എ കഴിഞ്ഞിട്ടാണ് ടി. സോ അങ്ങനെയാണെങ്കിൽ അതേപോലെ എഴുതിയാൽ മതി, എക്സ് ഇൻറ്റു സൈൻ 3x dx. ഈസി ആണടാ, പ്രശ്നമൊന്നുമില്ല. ദിസ് ഈസ് ഫസ്റ്റ് ആൻഡ് ദിസ് ഈസ് സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക? ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് അല്ലെ, മൈനസ് വലിയൊരു ഇന്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. സോ എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിന് മൊത്തം ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ? സോ അങ്ങനെയാണെങ്കിൽ എടാ നിങ്ങളുടെ ആൻസർ വരുന്നത് നോക്കിക്കേ, എക്സ് സൈൻ 3x ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? എടാ സൈൻ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് കോസ് എക്സ് ആ. അപ്പൊ സൈൻ 3x ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് കോസ് 3x കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് ഒരു 3 വരുന്നത് കണ്ടോ നിങ്ങൾ? എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് ഒരു 3 വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ശരിയല്ലേ? മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇൻറ്റു ഇന്റഗ്രൽ സൈൻ 3x നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി, മൈനസ് കോസ് 3x ബൈ 3. ഓക്കെ, ലാസ്റ്റ് ഒരു ഡി എക്സ് കൂടി ഇട്ട് കൊടുക്കാം. സിമ്പിൾ ആയുള്ള കാര്യമാണ്. ഈ മൈനസ് എടുത്ത് ഞാൻ ഇനി പുറത്തേക്ക് ഇടാൻ പോവാണ്. മൈനസ് മാത്രമല്ല, ഒരു ബൈ 3 കൂടി ഇല്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ ആൻസർ വരിക, മൈനസ് എക്സ് കോസ് 3x ഡിവൈഡഡ് ബൈ 3 മൈനസ് ഇവിടെയുള്ള ഈ മൈനസും പുറത്ത് വരും. അപ്പൊ മൈനസ് 1/3 എന്നുള്ളത് പിന്നെ പുറത്ത് വരുന്നത്. ശരിയല്ലേ? അപ്പൊ ഇതിന്റെ ഉള്ളിൽ ആര് മാത്രമേ ഉള്ളൂ? കോസ് 3x മാത്രമേ ഉള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പിൽ ആൻസർ എന്ന് പറയുന്നത് മൈനസ് എക്സ് കോസ് 3x ബൈ 3. ഈ മൈനസും പ്ലസ് ആയി, പ്ലസ് 1/3 ഇൻറ്റു കോസ് എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ സൈൻ എക്സ് ആ. അപ്പൊ നിങ്ങളുടെ കോസ് 3x ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആൻസർ എന്താ കിട്ടുക? സൈൻ 3x ഡിവൈഡഡ് ബൈ എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്നത് ഇവിടെ 3 ആ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 3 കൊണ്ട് ഡിവൈഡ് കൂടി ചെയ്ത് കൊടുക്കണം, പ്ലസ് സി. ഓക്കെ ആണല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് അടിപൊളിയാക്കി എഴുതിക്കേ, സൈൻ 3x ബൈ 9 ഇങ്ങനെ എഴുതാം. സൈൻ 3x ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 3 9. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് എക്സ് കോസ് 3x ഡിവൈഡഡ് ബൈ 3 പ്ലസ് ലാസ്റ്റ് ഒരു ഇന്റഗ്രൽ കോൺസ്റ്റന്റ് സി കൂടി. നോക്കിക്കേടാ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ഇത് ചെയ്യാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന് ചോദിച്ചതാണ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ലോഗ് എക്സ്. ഇവിടെ ഞാൻ ഏതാ ഫസ്റ്റ് ഫംഗ്ഷൻ കൊടുക്കേണ്ടത്? ഐ ലൈറ്റിൽ ഇൻവേഴ്സ് കഴിഞ്ഞിട്ട് ലോഗ് കഴിഞ്ഞിട്ടാണ് ഓൾജിബ്രായിക്ക് വരുന്നത്. അപ്പൊ നോക്കിക്കേ, ഇത് ലോഗ്, ഇത് ഓൾജിബ്രായിക്ക്. അപ്പൊ ഫസ്റ്റ് എൽ കഴിഞ്ഞിട്ടാണ് ഓൾജിബ്രായിക്ക് വരേണ്ടത്. സോ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ഡി എക്സ് ഇങ്ങനെ ഞാൻ കൊടുക്കേണ്ടത്. ശരിയല്ലേ? അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ ഇവിടെ? ലോഗ് എക്സ്. ഇതാണ് ഫസ്റ്റ്, ഇതാണ് സെക്കൻഡ്. അപ്പൊ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് വലിയൊരു ഇന്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് എക്സ് ക്യൂബ്. എന്നിട്ട് ഇതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ യുവർ ആൻസർ വിൽ ബി, നോക്കിക്കേടാ, ലോഗ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബിന് ഇന്റഗ്രേറ്റ് ചെയ്ത സാർ എന്താ കിട്ടുക? എക്സ് റൈസ് ടു 4/4 അല്ലേ? ശരിയല്ലേ? മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/x അല്ലേ? എക്സ് ക്യൂബിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു 4/4 അല്ലേ കിട്ടുക? അതെ, ഇൻറ്റു ഡി എക്സ്. കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല കേട്ടോ. സോ അടുത്ത സ്റ്റെപ്പിൽ ഞാനേ ഇവിടെയുള്ള ഈ ഒരു എക്സ് ക്യാൻസൽ ചെയ്തു. ഈ എക്സ് റൈസ് ടു 4 ഒരു എക്സ് ക്യാൻസൽ ചെയ്താൽ ഇവിടെ എക്സ് ക്യൂബ് എന്നല്ലേ വരിക? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഇത് എനിക്ക് ഇങ്ങനെ മാറ്റിയിരിക്കൂടെ? എക്സ് റൈസ് ടു 4/4 ലോഗ് എക്സ് മൈനസ് ഇവിടെ ഒരു ബൈ 4 അല്ലേ, അത് ഞാൻ 1/4 എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇട്ടു. ഇവിടെ എക്സ് ക്യൂബ് മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സ് ക്യൂബ് ഡി എക്സ്, 1 ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ്. സോ യുവർ ഫൈനൽ ആൻസർ വിൽ ബി എക്സ് റൈസ് ടു 4/4 ലോഗ് എക്സ് മൈനസ് 1/4 ഇൻറ്റു എക്സ് ക്യൂബിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു 4/4 ആ. ശരിയല്ലേ? ലാസ്റ്റ് എന്ത് ഇട്ട് കൊടുക്കുക? ഒരു പ്ലസ് സി കൂടി ഇട്ട് കൊടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി നോക്ക്, ഈ എക്സ് റൈസ് ടു 4 എന്ന് പറയുന്നത് രണ്ടിടത്തും കോമൺ ഉണ്ട്. വേണമെങ്കിൽ എടുത്താൽ മതി, ഒരു നിർബന്ധമില്ല. എക്സ് റൈസ് ടു 4 രണ്ടിടത്തുനിന്നും കോമൺ, എക്സ് റൈസ് ടു 4/4 കോമൺ എടുത്താൽ ഇവിടെ ഒരു ലോഗ് എക്സ് ആണുള്ളത്, മൈനസ് ഇവിടെ എന്താ ഉള്ളത്? ഒരു 1/4 ആ, പ്ലസ് സി. ഇങ്ങനെ എഴുതി കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഇവിടെ എക്സ് റൈസ് ടു 4/16 എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ആൻസർ കറക്റ്റാ. സിമ്പിൾ അല്ലേ? നോക്കിക്കേ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. റെഡി? ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഹൈലൈറ്റ് എ ടി ഇ, ലാസ്റ്റ് ആണ് എക്സ്പോണൻഷ്യലിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ എഴുതിയ ഓർഡർ കറക്റ്റ് ആണ്. എക്സ് ഇ റൈസ് ടു എക്സ്. അപ്പൊ ഇത് ഫസ്റ്റ് ആൻഡ് ഇത് സെക്കൻഡ് ഇൻറ്റു ഡി എക്സ്. സോ നോക്കിക്കേടാ, ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് വലിയൊരു ഇന്റഗ്രൽ
ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതിനെന്ത് ചെയ്യണം? ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യണം വേണ്ടേ? സോ യുവർ ആൻസർ വിൽ ബി എങ്ങനെ വരിക? എക്സ് ഇൻറ്റു എടാ ഇ റൈസ് ടു എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇ റൈസ് ടു എക്സ് തന്നെ കിട്ടുക മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത 1, ഇ റൈസ് ടു എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ് ടു എക്സ് ആൻഡ് ഇവിടെ ഒരു ഡി എക്സ് കൂടി ഉണ്ട് അല്ലേ. സോ യുവർ ആൻസർ എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ആ. ഇ റൈസ് ടു എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ് ടു എക്സ് തന്നെ കിട്ടുക പ്ലസ് സി. അപ്പൊ ഇതാണ് ആൻസർ. വേണമെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യാം? ഇ റൈസ് ടു എക്സ് കോമൺ എടുത്തോ. ഇ റൈസ് ടു എക്സ് കോമൺ എടുത്താൽ ഇവിടെ എക്സ് ഉണ്ട് മൈനസ് ഇവിടെ ഇ റൈസ് ടു എക്സിന് കൂടെ 1 അല്ലേ ഉള്ളത് പ്ലസ് സി. ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല കേട്ടോ. ഇവിടെ നിർത്തിയാലും പ്രശ്നമൊന്നുമില്ല. രണ്ടും ആൻസർ സെയിമാ. റെഡി അല്ലേ? നോക്കിക്കുക, ഈസി ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത്. റെഡി? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവാലുവേറ്റ് എക്സ് സ്ക്വയർ ഇ റൈസ് ടു 2x. ഇവിടെ എക്സ് ഇ റൈസ് ടു എക്സ് ആണ്, ഇവിടെ എക്സ് സ്ക്വയർ ഇ റൈസ് ടു 2x ആ. ഓർഡറിന് മാറ്റമൊന്നുമില്ല. ഇത് ഓൾജിബ്രായിക് ആൻഡ് ഇതെന്താ എക്സ്പോണൻഷ്യൽ. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഓൾജിബ്രായിക്കിനാണ്, ലാസ്റ്റ് ആണ് എക്സ്പോണൻഷ്യലിനുള്ളത്. അപ്പോൾ ഓർഡർ കറക്റ്റാ. എക്സ് സ്ക്വയർ ഇ റൈസ് ടു 2x dx. നോക്കിക്കേ, ദിസ് ഈസ് ഫസ്റ്റ് ആൻഡ് ദിസ് ഈസ് സെക്കൻഡ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാ? ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ശരിയല്ലേ, മൈനസ് വലിയൊരു ഇന്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇൻറ്റു ഡി എക്സ്. ഇതാ അപ്പൊ എന്ത് ചെയ്യാ? മൊത്തത്തിൽ ഇതിനെന്ത് ചെയ്യാ? ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യാ. ഇതല്ലേ? ഇത്ര അല്ലേ ഉള്ളൂ. ആ ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡിന് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന മൊത്തത്തിൽ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു എടാ ഇ റൈസ് ടു എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക, സോറി ഇ റൈസ് ടു എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടുക ഇ റൈസ് ടു എക്സ് ആ. പക്ഷെ ഇ റൈസ് ടു 2x ആകുമ്പോൾ നിങ്ങളുടെ ആൻസർ എന്താ? അത് ഇ റൈസ് ടു 2x തന്നെയാ, ശരിയല്ലേ? അപ്പൊ ഇ റൈസ് ടു 2x ഡിവൈഡഡ് ബൈ എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് ഇവിടെ ഉള്ളത് എന്താ? 2. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2 കൊണ്ട് ഒന്ന് ഡിവൈഡ് കൂടി ചെയ്ത് കൊടുക്കണം. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ബൈ 2. സിമ്പിൾ അല്ലേ? മൈനസ് ഇന്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുക 2x ആ. ഈസി. ആൻഡ് അടുത്തത് ഇ റൈസ് ടു 2x. ഇന്റഗ്രൽ ഇ റൈസ് ടു 2x എന്നാ പിന്നെ വന്നത്. നോക്കിക്കേടാ, ഇന്റഗ്രൽ ഇ റൈസ് ടു 2x എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 2x ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ദാ ഇ റൈസ് ടു 2x ആണെങ്കിൽ ഇ റൈസ് ടു 2x തന്നെ ബൈ ഒരു 2 കൂടി ഉണ്ട്. സിമ്പിൾ ആണോ? പ്രശ്നമൊന്നുമില്ലല്ലോ. സോ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് കൂടി ഉണ്ട്? ഒരു ഡി എക്സ് കൂടി ഉണ്ട്. ഓക്കെ, റെഡി? പക്ഷെ നമ്മൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോഴുണ്ടല്ലോ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എക്സ് ഇൻറ്റു ഇ റൈസ് ടു 2x. വീണ്ടും ഇതെന്താക്കണം? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യണം. അതായത് ഇപ്പൊ നമുക്ക് ആൻസർ കിട്ടി, പക്ഷെ തീർന്നിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ വീണ്ടും ഒരു ഫംഗ്ഷൻ വന്നു, ഒന്നല്ല 2 ഫംഗ്ഷൻ വന്നു. അപ്പൊ വീണ്ടും പാർട്സ് യൂസ് ചെയ്യാം. നോക്കിയേടാ, വളരെ ഈസിയാണ്. നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യേ. അപ്പൊ ദാ എക്സ് സ്ക്വയർ ഇ റൈസ് ടു 2x ബൈ 2 മൈനസ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണേ. അപ്പൊ മൈനസ് ഇവിടെ ഉണ്ട്. ഇനി ഇതിനെ മൊത്തത്തിൽ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്തോ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ്. അപ്പൊ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ദാ വലിയൊരു ഇന്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് ആണ് ഇൻറ്റു സെക്കൻഡിനെ ഇന്റഗ്രേറ്റ് ചെയ്തത്. എന്നിട്ട് മൊത്തത്തിൽ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. പ്രശ്നം തീർന്നു. ഓക്കെ ആണ്, റെഡിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. സോ യുവർ ആൻസർ എക്സ് സ്ക്വയർ ഇ റൈസ് ടു 2x ബൈ 2 മൈനസ് ദാ നോക്കിക്കേ, ഇവിടെ ഇതിന്റെ ഉള്ളിൽ എന്താ വരുന്നത് നോക്കാലോ. എക്സ് ഫസ്റ്റ് വരും. ദാ എക്സ് ഇ റൈസ് ടു 2x ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇ റൈസ് ടു 2x തന്നെ ബൈ എന്ത് കൂടി ഇട്ട് കൊടുക്കണം? 2 ഇട്ട് കൊടുക്കണം. കാരണം എക്സിന്റെ കോയിഫിഷ്യന്റ് 2 ആ. മൈനസ് ഇവിടെ എന്താ ഉള്ളത് നോക്കിക്കേ, ഇന്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ് ഇൻറ്റു ഇന്റഗ്രൽ ഇ റൈസ് ടു 2x എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 2x തന്നെ ഡിവൈഡഡ് ബൈ ഒരു 2 കൂടി ഇട്ട് കൊടുത്താൽ മതി. കഥ കഴിഞ്ഞു അല്ലേ? സോ നോക്കിക്കേ, അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ ഇത് ഷോർട്ട് ആക്കാം. ദാ എക്സ് ഇ റൈസ് ടു 2x മൈനസ് 2 മൈനസ് ഇന്റഗ്രൽ 1 ഇൻറ്റു ഇ റൈസ് ടു 2x ബൈ 2 എന്നുണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഞാനിതാ ആൻസർ ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത് നോക്കിക്കേ, എക്സ് സ്ക്വയർ ഇ റൈസ് ടു 2x ഡിവൈഡഡ് ബൈ 2 ആൻഡ് മൈനസ് ഉണ്ട്. എന്നിട്ട് എക്സ് ഇ റൈസ് ടു 2x ബൈ 2 എക്സ് ഇ റൈസ് ടു 2x ബൈ 2. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു മൈനസ് കൂടി ഉണ്ട്. ആൻഡ് ഇതിന്റെ ഉള്ളിൽ ഇനി ഉള്ളത് ഒരു 1/2 കോൺസ്റ്റന്റ് ഉണ്ട്. ആ 1/2 കോൺസ്റ്റന്റ് ഞാൻ പുറത്തിറക്കി. അങ്ങനെയാണ് പിന്നെ ബാക്കി ഉണ്ടാവാര ഇ റൈസ് ടു 2x മാത്രം. അപ്പൊ ഇ റൈസ് ടു 2x ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇ റൈസ് ടു 2x തന്നെ, പക്ഷേ എക്സിന്റെ കോയിഫിഷ്യന്റ് 2 ആയതുകൊണ്ട് ബൈ 2 കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ ആണല്ലോ? പ്ലസ് സി. അങ്ങനെയാണ് ആൻസർ വരുന്നത്. എന്താ നോക്കാം ഫൈനലി, എക്സ് സ്ക്വയർ ഇ റൈസ് ടു 2x ബൈ 2. ഇനി നോക്കിക്കേ, കൃത്യമായി ശ്രദ്ധിച്ചോ, മൈനസ് ഇൻറ്റു പ്ലസ് എക്സ് ഇ റൈസ് ടു 2x ബൈ 2. അപ്പൊ അതെന്താവും? മൈനസ്. അപ്പൊ മൈനസ് എക്സ് ഇ റൈസ് ടു 2x ബൈ 2. ഇങ്ങനെയല്ലേ വരിക? ശരിയാണല്ലോ? ഇനി അടുത്തത് മൈനസ് മൈനസ്, അപ്പൊ അതെന്താവും? പ്ലസ് ആവും. 1/2 ഇൻറ്റു ഇ റൈസ് ടു 2x ബൈ 2. അപ്പൊ അതെന്താവും? ഡിനോമിനേറ്ററിൽ 4 ആവും. അപ്പൊ ഇ റൈസ് ടു 2x ബൈ 4 പ്ലസ് സി. സിമ്പിൾ ആണ്.
അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് സാരം. ഇത് പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കിയെടുക്കുക. ചില ഫംഗ്ഷന്റെ കേസിൽ നിങ്ങൾ പാർട്സ് വീണ്ടും പെർഫോം ചെയ്യേണ്ടി വരും. അങ്ങനത്തെ വേറൊരു കേസ് കൂടി വരുന്നുണ്ട്, എക്സ്പോണൻഷ്യലും ട്രിഗണോമെട്രിക്കും വരുന്നത്. അവിടെ നമുക്കൊന്ന് ചെയ്തു നോക്കട്ടോ, എന്താ വരുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ഇതാണ് ഇതിന്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ചില സ്പെഷ്യൽ കേസുകളിൽ, അതായത് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞു ലോഗ് എക്സ് കാണിച്ചു തന്നിരുന്നു. ലോഗ് എക്സ് ഇവിടെ ഇതിനൊരു ഫംഗ്ഷൻ അല്ലേ ഉള്ളൂ. ലോഗ് എക്സ് വരുമ്പോഴും അതേപോലെ തന്നെ ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴും അതേപോലെ ടാൻ ഇൻവേഴ്സ് എക്സ്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെയും അതേപോലെ തന്നെ ലോഗ് എക്സിനെയൊക്കെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ണിനെ നമ്മൾ അവിടെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ലോഗ് എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് എഴുതാം. ലോഗ് എക്സ് ഇൻറ്റു 1 ഡി എക്സ്. ലോഗ് എക്സിന്റെ കേസിൽ മാത്രമല്ല, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഇപ്പൊ നിങ്ങൾ സൈൻ ഇൻവേഴ്സ് എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിലും അത് നിങ്ങൾ ഇത് ഇങ്ങനെയാ, ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 ഡി എക്സ്. ഈ 1നെ നിങ്ങൾ സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് യൂണിറ്റി എന്ന് നമ്മൾ പറഞ്ഞത്, യൂണിറ്റി എന്ന് പറഞ്ഞ 1 കേട്ടോ. 1നെ നിങ്ങൾ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഏതൊക്കെ സ്പെഷ്യൽ കേസിലാ? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെയും ലോഗിനെയും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. റെഡി ആണല്ലോ? ഓക്കെ അല്ലേ? ലോഗ് എക്സിന്റെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, 1 വേർഡ് ആയിട്ട് ചോദിക്കാറേ ഉള്ളൂ. ഇവാലുവേറ്റ് ലോഗ് എക്സ് ഡി എക്സ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലോഗ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ 1 യൂണിറ്റിയെ നിങ്ങൾ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ നോക്കിക്കേ, ദിസ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ദിസ് ഈസ് സെക്കൻഡ് ഫംഗ്ഷൻ. അങ്ങനെയാണ് നമ്മുടെ ആൻസർ എന്താ വരിക നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ്, ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് വലിയൊരു ഇന്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ്, അതായത് ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1 അല്ലേ, ഇതിന് മൊത്തത്തിൽ എന്ത് ചെയ്യുക? ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ നോക്കിക്കേ, ലോഗ് എക്സ് ഇൻറ്റു 1നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ, എക്സ് മൈനസ് ഇന്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് ഇൻറ്റു 1നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്. ശരിയാണോ? നോക്കിക്കേ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഈ എക്സും ക്യാൻസൽ ചെയ്തു. അപ്പൊ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് 1 ഡി എക്സ് അല്ലേ, അപ്പൊ എക്സ് പ്ലസ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ് സി. ഇതാണ് അതിന്റെ ആൻസർ. അപ്പൊ ലോഗ് എക്സിന്റെ ഇന്റഗ്രൽ ചോദിച്ചാൽ എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് പ്ലസ് സി. ഇത് നമ്മൾ പാർട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുക. ആൻഡ് പാർട്സ് തന്നെ 1 യൂണിറ്റിയെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഉള്ളതാണ് ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ്. എങ്ങനെയാ ചെയ്യുക? ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ്, ഇന്റഗ്രൽ 1/1 + x² dx ആണ് ടാൻ ഇൻവേഴ്സ് എക്സ് ആൻസർ. ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് എന്താ? ടാൻ ഇൻവേഴ്സ് എക്സിന്റെ കേസിൽ നമ്മൾ അതേ സംഭവം തന്നെ ചെയ്യുന്നത്. ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1നെ നിങ്ങൾ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു 1 എന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷൻ. അങ്ങനെയാണ് നമുക്കൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് 1 ഡി എക്സ് മൈനസ് വലിയൊരു ഇന്റഗ്രൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ്, അതായത് ടാൻ ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഓക്കെ, റെഡി. ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ആ 1. ഇനി ഇതിനെ മൊത്തത്തിൽ ഒന്നുകൂടി എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ആൻസർ എന്താ വരാൻ നോക്കാം. ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്, ദാറ്റ് ഈസ് 1/1 + x². ടാൻ ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് 1നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുക ഒരു എക്സാ. ശരിയല്ലേ? ഒരു ഡി എക്സ് കൂടി. അപ്പൊ പ്രശ്നമായി. പിന്നെ x/1 + x² വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? x/1 + x². നോക്കിക്കേടാ, നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. ഒരു ഫംഗ്ഷന്റെ ഒരു ഫംഗ്ഷൻ ഡിനോമിനേറ്ററിലും ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഉണ്ടെങ്കിൽ ഇത് ഫംഗ്ഷൻ, ഇത് എഫ് ഓഫ് എക്സ്. എനിക്ക് ഇതിന്റെ 1 + x² ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വേണം. 1 + x² ഡെറിവേറ്റീവ് 2x. അപ്പൊ ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനൊരു 2 ഇട്ട് കൊടുക്കുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. പക്ഷെ ഇൻറ്റു 2 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1/2 ചെയ്യണം. 1/2 × 2. അപ്പൊ 2 × 2 ക്യാൻസൽ ചെയ്തു, ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ? ഇത് നമ്മൾ പഠിച്ചത് എന്താ? ലോഗ് മോഡ്. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഒരു ഫംഗ്ഷന്റെ ഡിനോമിനേറ്ററിലും ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഉണ്ടെങ്കിൽ, f' ന്യൂമറേറ്ററിലും ഉണ്ടെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. എന്താ അറിയോ? ലോഗ് മോഡ് ഫംഗ്ഷൻ എന്താ? 1 + x² + c. ഇതായിരിക്കും അതിന്റെ ആൻസർ വരിക. സിമ്പിൾ അല്ലേ? അപ്പൊ x/1 + x² നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ? ലോഗ് 1 + x². തീർന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു 1/2 നമ്മൾ പുറത്തിറക്കിയില്ലേ?
ഇതിന്റെ ആൻസർ ആണ് ലോഗ് 1+x². ആൻഡ് അവിടെ ഒരു 1/2 പുറത്തുള്ളത് കൊണ്ട് നിങ്ങൾ ആ 1/2 ഇൻറ്റു എന്ന് പറഞ്ഞു കൂടി ഇട്ട് കൊടുക്കണം. സോ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ ആൻസർ നോക്കിക്കട്ടോ. ദാ എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, -1/2 ഇൻറ്റു പിന്നെന്താ അവിടെ ഉള്ളത് നോക്കിക്കേ, ലോഗ് 1+x² അല്ലേ, അപ്പൊ ലോഗ് 1+x². ഇതായിരിക്കും നിങ്ങളുടെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഈസി അല്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ നമ്മൾ കൊടുത്ത ആ ഒരു ചേഞ്ചും മനസ്സിലാക്കി വെച്ചോ. റെഡി? നിങ്ങൾക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ വെച്ച് ചെയ്യാം, പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ച ആ ഒരു സംഭവം വെച്ച് ഇവിടേക്ക് അപ്ലൈ ചെയ്തു. റെഡി ആണല്ലോ, ഈസി ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. ആൻഡ് അടുത്ത നോക്കിക്കേ, e⁻x sin x. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ x² e⁻2x ചെയ്തപ്പോഴല്ലേ, x² e⁻2x ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു. ഓൾറെഡി നമ്മൾ പാർട്സ് ഒരു വട്ടം ചെയ്ത് വന്നിട്ട് പിന്നെ നമ്മൾ പാർട്സ് അപ്ലൈ ചെയ്യേണ്ടി വന്നു. അതേപോലുള്ള ഒരു കേസാണ് ഇതാ e⁻x sin x. ഇവിടെ നമ്മൾ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫംഗ്ഷൻ ഐ ലേറ്റ് ട്രിഗണോമെട്രി കഴിഞ്ഞിട്ടാണ് എക്സ്പോണൻഷ്യൽ. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് ഫസ്റ്റ് sin x ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ്. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കുക, കൃത്യമായി ശ്രദ്ധിച്ചോ, ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് വലിയൊരു ഇന്റഗ്രൽ d/dx ഓഫ് ഫസ്റ്റ്. sin x നെ ഡിഫറൻഷിയേറ്റ് ചെയ്തത് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതിന് മൊത്തത്തിൽ എന്ത് ചെയ്താൽ മതി, ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ നോക്കിക്കേടാ, sin x e⁻x നെ ഇന്റഗ്രേറ്റ് ചെയ്ത e⁻x തന്നെ മൈനസ് d/dx ഓഫ് sin x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ sin x നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത cos x, e⁻x നെ ഇന്റഗ്രേറ്റ് ചെയ്ത e⁻x തന്നെ ഇൻറ്റു dx. അപ്പൊ ഇവിടെ വീണ്ടും പ്രശ്നമായി. ഇതാ നോക്കിക്കേ, ട്രിഗണോമെട്രി അതേപോലെ ട്രിഗണോമെട്രി ഇൻറ്റു എക്സ്പോണൻഷ്യൽ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ്. അപ്പൊ അതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യണം. അതാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന കേസിൽ നിങ്ങൾ ഈ കിട്ടിയ ആൻസറില്ലേ, ഇതിന് നിങ്ങൾ ഐ എന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നത് കേട്ടോ, ആൻസർ അല്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്ന ഇതിനെ നിങ്ങൾ ഐ എന്ന് പറഞ്ഞു കൊടുക്കുക. പ്രശ്നമൊന്നുമില്ലല്ലോ. ദിസ് ഈസ് ഐ, ഇതിന്റെ ആൻസർ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണ് നോക്കിക്കോ, ഇതിപ്പോ ഐ എന്ന് പറഞ്ഞാണ് നമ്മൾ ഫൈൻഡ് ചെയ്ത് വരുന്നത്. ഇതാണ് ഐ എന്നാണ് നമ്മൾ പറഞ്ഞാണ് ആൻസർ ഫൈൻഡ് ചെയ്ത് വരുന്നത്. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു e⁻x sin x മൈനസ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് വലിയൊരു ഇന്റഗ്രൽ dx ഉണ്ട്, വലിയൊരു ഇന്റഗ്രൽ അതിൻ്റെ ഉള്ളിൽ d/dx ഓഫ് ഫസ്റ്റ്, അതായത് d/dx ഓഫ് cos x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതിനൊന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ പരിപാടി, ഇത്രേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ e⁻x sin x മൈനസ് cos x ഇൻറ്റു e⁻x നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ e⁻x തന്നെ മൈനസ് d/dx ഓഫ് cos x എന്ന് പറഞ്ഞാൽ cos x നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക മൈനസ് sin x. അപ്പൊ മൈനസ് sin x e⁻x നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ e⁻x dx കിട്ടും. അടിപൊളി. സോ ഇനി നോക്കിക്കേടാ, ഈ മൈനസ് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കാൻ പോവാ. ഈ മൈനസ് ഇവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കത് പുറത്തേക്ക് എടുത്തിട്ടൂടെ? പ്രശ്നമൊന്നുമില്ലല്ലോ, സിമ്പിൾ ഈസി ആയുള്ള കാര്യം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ sin x e⁻x sin x e⁻x എന്ന് പറയുന്നതല്ലേ നമ്മുടെ ഐ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഇതിന് പകരം എനിക്ക് ഐ എന്ന് കൊടുത്തൂടെ? എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അതായത് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് e⁻x sin x മൈനസ് e⁻x cos x. ഇവിടെ മൈനസും പ്ലസ് ആയി. ആൻഡ് ഇതിന് പകരം നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഐ. ഇതാണ് നമ്മുടെ ഐ, ശരിയല്ലേ? അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഐ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അതാണ് നമ്മുടെ ഐ. ഓക്കെ ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യുക, ഇതൊന്നുകൂടി ആ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി, ആൻസർ നിങ്ങൾക്ക് കിട്ടും. സിമ്പിൾ ആയുള്ള കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. റെഡി? സോ ഇത് ഐ ആണ്, ഐ. റെഡി? അങ്ങനെയാണ് നോക്കിക്കോ, ഇവിടെ നമ്മൾ ഐ എന്ന് പറഞ്ഞ ഐ വന്നത്, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിക്കോ. അപ്പൊ ഐ ഈക്വൽ ടു e⁻x sin x പിന്നെ എന്താ ഉള്ളത് നോക്കിക്കേ, e⁻x sin x മൈനസ് ഇൻറ്റു പ്ലസ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുക മൈനസ്. അപ്പൊ മൈനസ് e⁻x cos x. പിന്നെ നോക്ക്, മൈനസ് പ്ലസ് ഐ, അപ്പൊ എന്താവും, അത് മൈനസ് ഐ ആവും. ശരി, ഇനി ഈ മൈനസ് ഐ ഞാൻ ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ഐ പ്ലസ് ഐ എന്ന് വന്നു. ഐ പ്ലസ് ഐ ഈക്വൽ ടു e⁻x sin x മൈനസ് e⁻x cos x. ശരിയാണല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ 2i ഈക്വൽ ടു, ഇവിടെ ഞാൻ e⁻x കോമൺ എടുത്താൽ എനിക്ക് sin x മൈനസ് cos x എന്നാണ് കിട്ടുക, ശരിയല്ലേ? പക്ഷെ നമുക്ക് വേണ്ടത് ഇതിന്റെ റിസൾട്ട്, ദാറ്റ് ഈസ് ഐ. അപ്പൊ ഐ ഈക്വൽ ടു നോക്കിക്കേ, ഐ ഈക്വൽ ടു e⁻x ഈ ഇൻറ്റു 2 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 2i ആൻഡ് sin x മൈനസ് cos x പ്ലസ്
ലാസ്റ്റ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ് സി. അപ്പൊ ഇതാണ് എന്ത് നിങ്ങളുടെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ ആണല്ലോ. അപ്പൊ ദാ ചില കേസുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ പാർട്സ് മോർ ദാൻ വൺസ്, അതായത് 2 തവണയൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കേസുകൾ പെട്ട ഒന്നാണിത്. ഇനി ഇതേപോലെ e⁻x cos x ഉണ്ട്, അതും ഇതേപോലെ തന്നെയാണ് വരിക. പക്ഷെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു ബുദ്ധിമുട്ടില്ല. റെഡി സാർ? ഇനി അടുത്തതടാ, ഇത് ലാസ്റ്റ് ടോപ്പിക്. ഇതൊരു വളരെ അടിപൊളിയായുള്ള സംഭവമാണ്. 1 വേർഡ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ e⁻x ഇൻറ്റു f(x) പ്ലസ് f'(x) ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, ആൻഡ് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും അതിലുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, ഈ ഫോമിലായിരിക്കണം. e⁻x ഇൻറ്റു ഡെറിവേറ്റീവ് e⁻x ഇൻറ്റു f(x) പ്ലസ് f'(x) ആണെങ്കിൽ നിങ്ങളുടെ അതിന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇതാണ്, e⁻x f(x) പ്ലസ് ലാസ്റ്റ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ് സി. ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ ആണ്. ക്വസ്റ്റ്യൻ നോക്കിക്കോ. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് ബ്രാക്കറ്റ്. e⁻x 1 പ്ലസ് tan x പ്ലസ് tan സ്ക്വയർ dx. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ഐഡിയ കിട്ടും. എന്നിട്ട് ഇതിലേക്ക് വരാം. സോ നോക്കിക്കോ, ഇവാലുവേറ്റ് e⁻x sec x ഇൻറ്റു 1 പ്ലസ് tan x. നോക്കിക്കടാ, ഞാൻ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാ. e⁻x sec x ഇൻറ്റു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ കിട്ടുക? sec x ഇൻറ്റു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് sec x. കറക്റ്റ് അല്ലേ? e⁻x sec x എന്ന് വരും. അതേപോലെ തന്നെ sec x ഇൻറ്റു tan x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് sec x tan x ഇങ്ങനെ വരൂലേ? എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ e⁻x പുറത്തിറക്കിയിട്ടുണ്ട്. e⁻x ഞാൻ അവിടെ പുറത്തിറക്കിയിട്ടുണ്ട്. e⁻x sec x ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ e⁻x sec x, e⁻x sec x ഇൻറ്റു tan x എന്ന് പറയുമ്പോൾ e⁻x sec x tan x. e⁻x പുറത്തുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെയാണ് നോക്കിക്കോ. dx ഇവിടെ ദാ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ഈ sec x എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അല്ലേ sec x tan x എന്ന് പറഞ്ഞാൽ. അപ്പൊ e⁻x f(x) പ്ലസ് f'(x) എന്ന് പറഞ്ഞ ഫോമിലായി. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് e⁻x f(x) sec x പ്ലസ് c. സിമ്പിൾ ആണല്ലോ, കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ നേരത്തെ കാണിച്ച ആ ക്വസ്റ്റ്യനിലേക്ക് വന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ, e⁻x f(x). ദാ e⁻x ഇൻറ്റു 1 പ്ലസ് tan x പ്ലസ് tan സ്ക്വയർ x. ഇവിടെ ഞാൻ ചെറിയൊരു ചേഞ്ച് കൊടുക്കാൻ പോകാട്ടോ. ഞാൻ എന്താ മാറ്റം വരുത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ e⁻x ഓക്കെ, ഞാൻ ആദ്യം tan x എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ 1 പ്ലസ് tan സ്ക്വയർ x എഴുതി. എനിക്കൊന്നും തോന്നുന്നില്ല, കാരണം ഒരു ഫംഗ്ഷൻ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കുറെ ഫംഗ്ഷൻസ് ഉണ്ട്, പക്ഷെ അതിന്റെ ഡെറിവേറ്റീവ് കിട്ടണ്ടേ? tan x എടുത്തിട്ടുണ്ടെങ്കിൽ tan x ന്റെ ഡെറിവേറ്റീവ് sec സ്ക്വയർ x ആ. പക്ഷെ ഈ 1 പ്ലസ് tan സ്ക്വയർ x എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതെന്താ? sec സ്ക്വയർ x ആ. ശരിയാണോ? 1 പ്ലസ് tan സ്ക്വയർ x എന്ന് പറഞ്ഞാൽ sec സ്ക്വയർ x ആ. കറക്റ്റ് ആണോ നോക്കിക്കേടാ. ദാ sec സ്ക്വയർ x മൈനസ് tan സ്ക്വയർ x എന്ന് പറഞ്ഞാൽ അത് 1 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ദാ ഈ മൈനസ് tan സ്ക്വയർ x അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ 1 പ്ലസ് tan സ്ക്വയർ x ആവും. അപ്പോൾ 1 പ്ലസ് tan സ്ക്വയർ x എന്ന് പറയുന്നത് sec സ്ക്വയർ x. ശരി, അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഈ 1 പ്ലസ് tan സ്ക്വയർ x പകരം sec സ്ക്വയർ x എന്ന് എഴുതിക്കൂടെ? സോ നിങ്ങളുടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെ വരിക, e⁻x tan x പ്ലസ് sec സ്ക്വയർ x. എടാ tan x ഫംഗ്ഷനാ, ഇത് ഫംഗ്ഷനാ f(x) ആൻഡ് ഇതാ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവാ. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ? e⁻x f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ tan x. അപ്പൊ e⁻x tan x പ്ലസ് c. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ, e⁻x tan x പ്ലസ് c, e⁻x tan x പ്ലസ് c. അപ്പൊ ഇതായിരിക്കും എന്ത്? റൈറ്റ് വൺ. റെഡി? സിമ്പിൾ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അടുത്ത് നോക്കിക്കേ, e⁻x tan ഇൻവേഴ്സ് x പ്ലസ് 1/1 പ്ലസ് x സ്ക്വയർ. എടാ tan ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് ആയത് ഇതാണ് ഫംഗ്ഷൻ, ആൻഡ് ദിസ് ഈസ് ഇറ്റ്സ് ഡെറിവേറ്റീവ് f'(x). സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ? ആൻസർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാ, e⁻x f(x). e⁻x ഫംഗ്ഷൻ എന്താ? tan ഇൻവേഴ്സ് x. അപ്പൊ e⁻x tan ഇൻവേഴ്സ് x പ്ലസ് c. ഓക്കെ ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഈസി ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഈ ഒരു പാർട്ട് പഠിക്കാനുള്ളൂ. ഇനി ഒരു കാര്യം കൂടി ചെയ്തോ നിങ്ങൾ, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്കായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഈസിയാണ്, സിമ്പിൾ ആയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പാർട്സിന്റെ ആ ഒരു ഫോർമുല കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഫംഗ്ഷൻസിനെ പ്രയോറിറ്റി നോക്കിയിട്ട് അതിനെ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും ആയിട്ട് അറേഞ്ച് ചെയ്യുക. log x-ന്റെയും tan ഇൻവേഴ്സ് x-ന്റെയും sin ഇൻവേഴ്സ് x-ന്റെയും സ്പെഷ്യൽ കേസ് നമ്മൾ പറഞ്ഞു. അവിടെ നിങ്ങൾ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് 1 ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ഈ ഒരു സ്പെഷ്യൽ റിസൾട്ടും e⁻x f(x) പ്ലസ് f'(x) ആണെങ്കിൽ e⁻x f(x) പ്ലസ് c. റെഡി ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പാർട്സ് പഠിക്കാനുള്ളത്. ഇതൊക്കെ നിങ്ങൾ വർക്കായിട്ട് ചെയ്ത് നോക്കട്ടോ. അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാർഷ്യൽ ഫ്രാക്ഷൻസ് ആണ്. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.